Hi, I am Abhinand. Today I am conducting a seminar on the topic Accounting Standards. Meaning, Objective, Advantages. First one, meaning of accounting standards. Accounting standards are designed to harmonize diverse accounting practices. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് മെത്തേഡുകളെ യോജിപ്പിക്കുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദീസ് ആർ റിട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇഷ്യൂഡ് ടൈം ടു ടൈം ബൈ പ്രൊഫഷണൽ അക്കൗണ്ടിങ് ബോഡീസ് സച്ച് ആസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സെട്ര. എന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡികൾ ഇവ കാലാകാലങ്ങളിൽ നൽകുന്ന രേഖാമൂലമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. കോഹ്ലർ ഡിഫൈൻസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് എ മോഡ് ഓഫ് കണ്ടക്ട് ഇമ്പോസ്ഡ് ഓൺ അക്കൗണ്ടൻസ് ബൈ ലോ, കസ്റ്റം ഓർ പ്രൊഫഷണൽ ബോഡി. കോഹ്ലർ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ നിർവചിച്ചിരിക്കുന്നത് ലോ, കസ്റ്റം, പ്രൊഫഷണൽ ബോഡി പ്രകാരം അക്കൗണ്ടന്റ്മാർക്ക് മേൽ ഇമ്പോസ് ചെയ്യുന്ന പെരുമാറ്റ രീതിയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അടുത്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. പ്രധാന 5 ഒബ്ജക്റ്റീവാണുള്ളത്. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്, ടു എൻഹാൻസ് ദ കണ്ടൻസ്, ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്സ്, ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. അത് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ. വൺ ഓഫ് ദ മേജർ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഈസ് ടു ബി പ്രൊവൈഡ് information to the users. It sets the standards on which accounts have to be prepared. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് യൂസേഴ്സിന് ഇൻഫർമേഷൻ നൽകുക എന്നത്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഇവോൾവ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ വേരിയസ് അക്കൗണ്ടിംഗ് പ്രൊസീജിയേഴ്സ് ടു ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രക്രിയകളെ യോജിപ്പിക്കുന്നതിന് ആണ് ഹാർമണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് ഈ വ്യത്യസ്ത അക്കൗണ്ടിങ് പ്രോസസ്സുകൾ ആയി മാച്ച് ചെയ്യുന്നതിനെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആവിഷ്കരിച്ചിരിക്കുന്നു. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ഒബ്ജക്റ്റീവ് ടു എൻഹാൻസ് ദ കണ്ടൻസ്. എൻഹാൻസ് ദ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടൻസിൻ്റെ വാല്യൂ വർദ്ധിക്കും. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് ടു എൻഹാൻസ് ദ ക്രെഡിബിലിറ്റി ആൻഡ് കമ്പാരബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അടുത്തൊരു ഒബ്ജക്റ്റീവാണിത്. എന്താ വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി ആൻഡ് കമ്പാരബിലിറ്റി എന്ന് വെച്ചാൽ വിശ്വാസ്യതയും താരതമ്യവും വർദ്ധിപ്പിക്കുന്നു. നാലാമത്തെ ഒബ്ജക്റ്റീവ് നോക്കാം. ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്സ്. എന്നുവെച്ചാൽ ഈ ഒരേ തരത്തിലുള്ള റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അനദർ ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട് ടു എക്സ്റ്റേണൽ യൂസേഴ്സ് ആസ് വെൽ ആസ് ഇൻറ്റേർണൽ യൂസേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിങ്ങിന് ഈ തീരുമാനമെടുക്കുന്നതിന് ഇൻറ്റേർണൽ യൂസേഴ്സിനും എക്സ്റ്റേണൽ യൂസേഴ്സിനും ഒരേ തരത്തിലുള്ള റിസൾട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് നോക്കാം. ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ഈ ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ എന്നാൽ ഈ കമ്പാരിസൺ സുഗമമാക്കുന്നതിന്. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എയിം അറ്റ് ഫെസിലിറ്റേറ്റിംഗ് ഇൻ്റർഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാഫേം കമ്പാരിസൺ. ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇൻ്റർഫേം താരതമ്യത്തിനും ഇൻട്രാഫേം താരതമ്യത്തിനും സഹായിക്കുന്നു. അടുത്താണ് അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. 6 അഡ്വാൻറ്റേജസ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, യൂണിഫോമിറ്റി, elimination of ambiguity, comparison, determination of managerial accountability, raises the standards of auditing. ഫസ്റ്റ് ഒന്ന് നോക്കാം. ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ വിശ്വസ്തത. ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് എ സെൻസ് ഓഫ് കോൺഫിഡൻസ് എമംഗ്സ് the users of the accounting information by providing a definite structure of uniform guidelines. This provides credibility and reliability to the financial information. എന്ന് വെച്ചാൽ ഈ യൂണിഫോമലായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ഒരു കൃത്യമായ സ്ട്രക്ചർ നൽകിക്കൊണ്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ്റെ യൂസേഴ്സിൻ്റെ ഇടയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒരു ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ഫിനാൻഷ്യൽ ഇൻഫർമേഷന് വിശ്വസ്തത നൽകുന്നു. രണ്ടാമത്തെ നോക്കാം, യൂണിഫോമിറ്റി.
The accounting information disclosed in financial statements cannot be interpreted in any manner other than the purpose it is intended for. എന്നുവെച്ചാൽ ഈ ധനകാര്യ പ്രസ്താവനകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളല്ലാതെ മറ്റൊരു തരത്തിലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. അടുത്തതാണ് എലിമിനേഷൻ ഓഫ് ആംബിഗിറ്റി. As the general principle of disclosure and valuation have been developed on uniform basis, there would be no ambiguity in interpretation. അതായത് ആംബിഗിറ്റി പറഞ്ഞാൽ അവ്യക്തത. അപ്പോൾ എലിമിനേഷൻ ഓഫ് ആംബിഗിറ്റി പറഞ്ഞാൽ അവ്യക്തത ഇല്ലാതാക്കുക. ഈ വെളിപ്പെടുത്തലിൻ്റെയും മൂല്യനിർണ്ണയത്തിൻ്റെയും പ്രിൻസിപ്പിൾ ഒരു യൂണിഫോം ബേസിൽ വികസിപ്പിക്കുന്നതാണ് ഇൻ്റർപ്രിട്ടേഷനിൽ അവ്യക്തത ഇല്ല എന്ന് പറയാൻ കാരണം. അടുത്താണ് കമ്പാരിസൺ. As the same methodology is being followed in all cases, comparison between the results of different organizations has become easier. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ താരതമ്യം ചെയ്യാം. ഈ എല്ലാ സാഹചര്യത്തിലും സെയിം മെത്തേഡ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനുകളുടെ റിസൾട്ടുകൾ തമ്മിലുള്ള താരതമ്യം ഈസി ആയിരിക്കും. അടുത്ത അഡ്വാൻറ്റേജസ് ആണ് ഡിറ്റർമിനേഷൻ ഓഫ് മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റി. എന്നാൽ ഈ മാനേജീരിയൽ അക്കൗണ്ടബിലിറ്റീൻ്റെ നിർണ്ണയം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ യൂസ്ഫുൾ ഇൻ മെഷറിംഗ് ദ എഫിഷ്യൻസി ഓഫ് ദ മാനേജീരിയൽ റിഗാർഡിംഗ് ദ പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, സോൾവൻസി ആൻഡ് ജനറൽ പ്രോഗ്രസ് ഓഫ് ദി എൻ്റർപ്രൈസ്. എന്നാൽ ഈ എൻ്റർപ്രൈസിൻ്റെ പ്രോഫിറ്റ്, ലിക്വിഡിറ്റി, സോൾവൻസി, പൊതു പുരോഗതി എന്നിവ സംബന്ധിച്ച് ഈ മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതിന് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് യൂസ്ഫുൾ ആണ്. അടുത്ത ലാസ്റ്റത്തെ അഡ്വാൻറ്റേജസ് ആണ് റേസസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റേസ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് ഇറ്റ്സെൽഫ് ഇൻ ഇറ്റ്സ് ടാസ്ക് ഓഫ് റിപ്പോർട്ടിംഗ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ ഓഡിറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ചുമതലയിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിങ്ങിൻ്റെ നിലവാരം ഉയർത്തുന്നു. ഇത്രയാണുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ മീനിങ് പറഞ്ഞു, പിന്നെ ഒബ്ജക്റ്റീവ് 5 ഒബ്ജക്റ്റീവ് പറഞ്ഞു, അഡ്വാൻറ്റേജസ് 6 അഡ്വാൻറ്റേജസ് പറഞ്ഞു. താങ്ക് യു.